പലപ്പോഴും പലരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ഈ ക്രാക്കുകളെല്ലാം ഇങ്ങനെ വരും. നമുക്കത് കുത്തി ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ചിപ്പ് ചെയ്തതിന് ശേഷം അവിടെ വീണ്ടും റീപ്ലാസ്റ്റർ ചെയ്തോ നമുക്ക് റെഡിയാക്കാം. പക്ഷേ ഞാനത് തീർച്ചയായിട്ടും ഞാനതിനെയൊക്കെ പലപ്പോഴും പോയി കാണുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ഇത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് ആണ്, ഒരിക്കലും അത് മാറില്ല. പകരം അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഫെയിലിയറാണ്. ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യാനുണ്ട്. മറ്റേ അല്ലാതുള്ള ഈ ഗ്രാജുവൽ സെറ്റിൽമെൻ്റ് ആണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും അത് പരിഹരിക്കാൻ പറ്റും. കാരണം അത് വേറെ കൊണ്ടുമില്ല, ഈ പ്ലാസ്റ്ററിംഗ് കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അതിന് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ഞടുക്കങ്ങൾ, ചെറിയ രീതിയിലുള്ള പ്രകമ്പനമൊക്കെ ഭൂമിക്ക് അല്ലെങ്കിൽ ഭൂമികുലുക്കം പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു നല്ല ശക്തിയായിട്ടുള്ള എന്തെങ്കിലും ഒരു വൈബ്രേഷൻസോ അല്ലെങ്കിൽ ഒരു പാറ തമ്മിൽ പൊട്ടിക്കുന്ന ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നല്ല ഹെവി ലോഡഡ് ഒരു വെഹിക്കിൾ സൈഡിൽ കൂടെ പോകുമ്പോൾ അതടുത്തുള്ള രീതിയിൽ ഷെയ്ക്കുകൾ മൂലമൊക്കെ ചെറിയ രീതിയിൽ, അല്ല റെയിൽവേ പാളം തൊട്ടടുത്തുണ്ടെങ്കിൽ റെയിൽ പാസ് ചെയ്യുമ്പോൾ ട്രെയിൻ പാസ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഞടുക്കങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെറിയ ക്രാക്കുകൾ വീഴുന്നുണ്ട്. ഇതൊക്കെ ഇത് എപ്പോഴും ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഇത് വീഴുന്നത്. ഹൊറിസോണ്ടൽ ലെവലിലായിരിക്കും ആ ക്രാക്കുകൾ വീഴുന്നത്. മറ്റേത് ഡിഫറൻസ് സെറ്റിൽമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വെർട്ടിക്കൽ ക്രാക്കുകളായിരിക്കും ഫോം ചെയ്ത്. ഇത് ഹൊറിസോണ്ടലായിരിക്കും. ഈ ഹൊറിസോണ്ടൽ ഗ്രാജുവൽ സെറ്റിൽമെന്റ് മൂലം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതൊരു ഒക്കേഷണലായിട്ട് ഉണ്ടാകുന്നതായതുകൊണ്ട് നമുക്കതിനെ തീർച്ചയായിട്ടും അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പരിഹരിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള പലപ്പോഴും പല ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഒരു വീടുകളിൽ ചെല്ലുമ്പോൾ ഈ ക്രാക്കുകളുടെ ബിഹേവിയർ കണ്ടു കഴിയുമ്പോൾ അല്ലാതെ എങ്ങനെ ഉണ്ടായെന്നുള്ളതും അതിൻ്റെ റീസൺസ് നമുക്ക് അതിനകത്ത് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.